അഭിജിത്ത് ദീപ്കയുടെ സമര പോരാട്ടം വിജയിച്ചു. CJP അങ്ങനെ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചു. കുറച്ച് വൈകിയാണെങ്കിലും ആ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചാണെങ്കിലും ആശ്വാസം തന്നെയാണ്. കാരണം ഒരു കലാപത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചിലപ്പം കൈവിട്ടു പോകുമായിരുന്നു. എന്തായാലും അത് വളരെ നല്ലൊരു തീരുമാനം. വിദ്യാർത്ഥികളുടെ അവകാശം എന്തായാലും അംഗീകരിച്ചിരിക്കുന്നു, അവരുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞല്ലോ. പക്ഷേ അഭിജിത്ത് ദീപ്ക പറയുന്നത് ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല, ഇത് ആദ്യത്തെ വിക്കറ്റ് മാത്രമാണ്, ഇനിയും ഒരുപാട് വിക്കറ്റുകളൊക്കെ വീഴും എന്നുള്ളൊരു സൂചന നൽകിയിട്ടുണ്ട്. ഓക്കെ, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിക്കറ്റ് വീണല്ലോ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഇനി മെല്ലെ പഞ്ചാബിലേക്കൊന്ന് കിടക്കാം. കാരണം അക്കൗണ്ടബിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണമല്ലോ, അല്ലാതെ കേന്ദ്ര സർക്കാരിന് മാത്രമല്ലല്ലോ, മറ്റു പല സംസ്ഥാനങ്ങളിലും മറ്റു പല സർക്കാരുകളും ഭരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ കഴിഞ്ഞ 4 വർഷത്തിനിടെ ഉണ്ടായിരിക്കുന്നത് 5 പേപ്പർ ലീക്കും ഒരു ക്രമക്കേടുമാണ്. ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്നത് ഈ ബ്ലൂടൂത്ത് ഡിവൈസ് അല്ലെങ്കിൽ ഈ അത്യാധുനിക ഇലക്ട്രോണിക് ഡിവൈസ് ഉപയോഗിച്ചിട്ടുള്ള ചീറ്റിംഗ് ആണ്. അതിനുവേണ്ടി ഒരു വലിയ റാക്കറ്റ് തന്നെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഫാർമസി പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ്. ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ ഫാർമസി ഓഫീസർ ആ ഒരു തസ്തികയിലേക്ക് നടന്ന പരീക്ഷയിൽ വ്യാപകമായുള്ള ക്രമക്കേട് നടന്നെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആ പരീക്ഷ റദ്ദാക്കാൻ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാർ തയ്യാറായിട്ടില്ല. അപ്പോൾ അതിനെതിരെ ഇപ്പം കോൺഗ്രസ് പാർട്ടിയും BJPയും പിന്നെ അകാലിദളൊക്കെ വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ വീരനായകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. ഒരു മാധ്യമപ്രവർത്തകനാണ് ചോദിച്ചത്, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച്? അവിടെ അക്കൗണ്ടബിലിറ്റി വേണ്ട. പഞ്ചാബിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ടുള്ള പേപ്പർ ലീക്കുകളാണ്. അതൊന്നുമല്ല, കഴിഞ്ഞ 4 വർഷത്തിനിടെ 6 വലിയ സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് അവിടുത്തെ +2 പേപ്പർ, അതായത് പഞ്ചാബ് ബോർഡ് എക്സാമിനേഷൻ്റെ +2 ഇംഗ്ലീഷ് പേപ്പർ ചോർന്നിരുന്നു. പഞ്ചാബിലെ സെറ്റ് എക്സാമിനേഷൻ്റെ പേപ്പർ ചോർന്നു. ഏറ്റവും ഒടുവിൽ ഈ ഒരു സംഭവം പറഞ്ഞു. അതിന് തൊട്ട് മുമ്പ് മറ്റൊരു സംഭവം കൂടെ അവിടെ അരങ്ങേറിയിരുന്നു. അതായത് അവിടുത്തെ ഗ്രൂപ്പ് B ഓഫീസേഴ്സ് എക്സാമിനേഷൻ, പഞ്ചാബ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആ ഒരു ഗ്രൂപ്പ് B എക്സാമിനേഷൻ, അതായത് ഓഫീസർ എക്സാമിനേഷൻ, അതിൻ്റെ ആ ഒരു ചോദ്യ പേപ്പറും ചോർന്നത്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള പ്രൊട്ടസ്റ്റും നടക്കുന്നില്ല. ആം ആദ്മി പാർട്ടി വന്നിട്ട് പറയുന്നു കേന്ദ്ര സർക്കാരിന് അക്കൗണ്ടബിലിറ്റി ഇല്ല. കെജ്രിവാൾ വന്നിട്ട് പറയുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചില്ല. അപ്പോൾ ഇനിയിപ്പോൾ സ്വന്തം മന്ത്രിയെ ഹർജോത് സിംഗ് ബെയിൻസ് എന്ന് പറയുന്ന പഞ്ചാബിലെ വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെപ്പിക്കാൻ വേണ്ടി കെജ്രിവാൾ ഇറങ്ങുമോ എന്നതാണ് ചോദ്യം. അതുമാത്രമല്ല, നമ്മുടെ CJP സ്ഥാപകൻ കെജ്രിവാളിൻ്റെ ചങ്ങായിയായ, കെജ്രിവാളിൻ്റെ ശിഷ്യനായ, ചങ്ങായി എന്ന് പറയാൻ പറ്റില്ല, ശിഷ്യനായുള്ള അഭിജിത്ത് ദീപ്കയുടെ അടുത്ത ദൗത്യം പഞ്ചാബ് ആയിരിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ആ ചോദ്യം ചോദിച്ചപ്പോൾ മൂപ്പർ ഒന്ന് ഞെട്ടി, പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വിരളി പൂണ്ടു. ആ മുഖത്തെ ആ ഭാവം തന്നെ കാണാൻ സാധിക്കുമായിരുന്നു, ഒരു പരിഭ്രാന്തി. പിന്നീട് പേരിന് ഒരു 1-2 ഉത്തരം നൽകി, പേരിന് മാത്രം. पंजाब में पेपर लीक हुआ, आप उसके बारे में क्या बोलेंगे? उसके ऊपर भी एक्शन होना चाहिए। जहाँ जहाँ पेपर लीक होता है हर जगह एक्शन होना चाहिए। आम आदमी पार्टी के लीडर अभिजीत आम आदमी पार्टी के लीडर जहाँ पर आते हैं, आप उनसे पूछोगे? बिल्कुल पूछेंगे, बिल्कुल पूछेंगे। रिजाइन मांगोगे? क्या रिजाइन होना चाहिए? आप उनसे रिजाइन मांगोगे? आपके पास ये न्यूज नहीं आई भी कितने पेपर लीक हो गए? क्या एजुकेशन सिस्टम है पंजाब में? CJPയുടെ ഒരു ഇരട്ടത്താപ്പ് കൃത്യമായിട്ട് വ്യക്തമാക്കുന്ന ഒരു വീഡിയോ തന്നെയാണിത്. കാരണം CJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി സത്യത്തിൽ ഒരു BJP വിരുദ്ധ ലൈൻ പിടിക്കാൻ വേണ്ടി മാത്രം സ്ഥാപിച്ച സംഭവമാണ്. അത് ഈ വിഷയം അവർക്ക് കിട്ടി, അത് യൂട്ടിലൈസ് ചെയ്തു. വിദ്യാർത്ഥികളുടെ വിഷയമായതുകൊണ്ട് തന്നെ അത് വേറൊരു തലത്തിലേക്ക് പോയി. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നൊരു തീരുമാനമില്ലാത്തതും പ്രോബ്ലമായി മാറി. കാരണം ഒരു മന്ത്രിസഭാ പുനഃസംഘടനയൊക്കെ കഴിഞ്ഞ മാസം അവസാനം നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിലുള്ള ഒരു സ്വീകാര്യതയൊക്കെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് കിട്ടും മുമ്പ് ഇത് പരിഹരിക്കാൻ സാധിക്കായിരുന്നു. എന്തായാലും ഇടയ്ക്ക് ഇതുപോലുള്ള ഡോസസ്, കുറച്ചൊരു റിയാലിറ്റി ചെക്കൊക്കെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനും സർക്കാരിനൊക്കെ നല്ലതാണ്. പക്ഷേ CJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സംവിധാനം, അത് പൊളിറ്റിക്കൽ സംവിധാനം തന്നെയാണ്. അതിൻ്റെ യഥാർത്ഥ മുഖം പുറത്തു വരാൻ പോകുന്നേ ഉള്ളൂ. കാരണം മനീഷ് സിസോദിയയുടെ ശിഷ്യനാണ് അഭിജിത്ത് ദീപ്കെ. ഈ മനീഷ് സിസോദിയ എന്ന് പറഞ്ഞാൽ ഒരു നിലപാടും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. മുമ്പ് അദ്ദേഹം പറഞ്ഞത് പഞ്ചാബിൽ ഒരു പേപ്പർ ലീക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവിടുത്തെ ആ മന്ത്രിയെ, ബന്ധപ്പെട്ട മന്ത്രിയെ, വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉദ്ദേശിച്ചത്, അപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടി പുറത്താക്കുന്നതാണ്. ഇപ്പോഴും ഹർജോത് സിംഗ് ബെയിൻസ് കഴിഞ്ഞ 4 കൊല്ലത്തിനിടെ 6 വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് 5 പേപ്പർ ലീക്ക്, വളരെ വളരെ പ്രധാനപ്പെട്ട എക്സാമുകളുടെ പേപ്പർ ലീക്ക് സംഭവിച്ചിട്ടും അയാൾക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ ആം ആദ്മി പാർട്ടി നേതൃത്വം തയ്യാറാകുന്നില്ല. भाई पंजाब में अगर पेपर लीक होगा
तो सबसे पहले मैं, अरविंद जी और मान साहब मिलकर पंजाब के शिक्षा मंत्री को हटाएंगे। തീർന്നില്ല. പഞ്ചാബുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. പഞ്ചാബിൽ കഴിഞ്ഞ മാസം പട്യാലയിൽ ഒരു പ്രതിഷേധം നടന്നിരുന്നു. ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധമായിരുന്നു. പഞ്ചാബ് പവർ കോർപ്പറേഷൻ ലിമിറ്റഡിലെ ലൈൻമാൻ തസ്തികയിലെ ഒഴിവുകളുമായി ബന്ധപ്പെട്ട് ആ ഒരു നിയമനം കാത്തു നിൽക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികളാണ് പ്രതിഷേധിച്ചത്. സമാധാനപരമായ രീതിയിലായിരുന്നു പ്രതിഷേധം. പക്ഷേ ആ പ്രതിഷേധത്തെ എങ്ങനെയാണ് പഞ്ചാബ് സർക്കാർ നേരിട്ടതെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ കാണാം. ഇതാണ് സാഹചര്യം. ഒരു ഭാഗത്ത് മുതലക്കണ്ണീരൊഴുക്കുന്നു, വിദ്യാർത്ഥികളുടെ അവകാശത്തിനും ഉദ്യോഗാർത്ഥികളുടെ അവകാശത്തിനൊക്കെ വേണ്ടി വാതോരാതെ സംസാരിക്കുന്നു. ഇതേ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ ഇതാണ് അവസ്ഥ. ഉദ്യോഗാർത്ഥികളെ തല്ലിച്ചതയ്ക്കുകയാണ്. ഇത് വലിയൊരു വിവാദത്തിന് വഴിവെച്ചിരുന്നു. അപ്പോൾ ഇതാണ് ഇരട്ടത്താപ്പ്. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു ഇരട്ടത്താപ്പുള്ള ഒരു സംവിധാനമാണ്. കെജ്രിവാളിൻ്റെയും മനീഷ് സിസോദിയുടെയും ശിഷ്യനാണ് അഭിജിത്ത് ദീപ്കെ. അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ ഒരു വിജയം നേടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എപ്പോഴും ചക്ക വീണ് മുയലുകൾ ചാകില്ല. അപ്പോൾ ഇനി അടുത്ത വിക്കറ്റ് വീഴ്ത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അഭിജിത്ത് ദീപ്കെ ശരിക്കും അക്കൗണ്ടബിൾ ആകണം എന്നുള്ളതായിരിക്കും ഇനിയുള്ള ചോദ്യം. പഞ്ചാബിലെ പ്രശ്നങ്ങൾ, മറ്റ് പല സംസ്ഥാനങ്ങളിലും നടക്കുന്ന പേപ്പർ ലീക്കുകൾ, ഇതെല്ലാം പരിഹരിക്കേണ്ട ഒരു ബാധ്യത കൂടി CJP നേതാവിനുണ്ട്. അതൊന്നും ചെയ്തില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ അതേ അവസ്ഥയിലേക്ക് തന്നെ അഭിജിത്ത് ദീപ്കെയുടെ CJP മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.